ഇന്നൊക്കെ മൂന്നാം നാൾ കുടിയിരിക്കണ ഒരു മനോഹരമായ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാനുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് വർക്ക് ചെയ്തിരിക്കണേ, അലമാര, കിച്ചണ്, അതുപോലെ കുറച്ച് വർക്ക് നമ്മൾ ചെയ്തിരിക്കണേ. അപ്പോൾ ആ വർക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് ഡോറാണ് തുറന്നാൽ നേരെ ഡൈനിങ് ഹാൾക്ക്. ഈ ഡൈനിങ് ഹാൾക്കാണ്ട് കയറിയാൽ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിന് വലത്തോട്ട് കൊണ്ട് തിരിഞ്ഞാൽ നമുക്ക് ഒരു വാഷ് ബേസിൻ കാണാം. ഇവിടെ ബേസിൻ ഇല്ല, ബാക്കിയുള്ള നമ്മുടെ വർക്കൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുന്നത്. ഈ ബേസിൻ്റെ കൂടെ തന്നെയാണ് ഈ സ്റ്റെയറിൻ്റെ അടിയിലുള്ള ഒരു ചെറിയ ഒഴിഞ്ഞ ഭാഗമുണ്ട്. അത് നമ്മൾ ഡോറാക്കി കൊടുത്തു. ഈ ഡോർ തുറന്നാൽ അതിലേക്ക് ഒരു ഫുള്ള് ഹാള് കാണാൻ പറ്റും. അതങ്ങനെ തുറന്ന് കൂടെ തന്നെ നമ്മൾ ഈ ബേസിൻ ചെയ്തത് വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിലാട്ടോ. രണ്ട് ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾഭാഗമാണ്. തുറന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മിറർ കാണാം. അതുപോലെ എൽ ടൈപ്പിൽ പാനലിംഗ് ഉണ്ട്. പിന്നെ രണ്ട് തട്ട് ഡിസൈനാക്കാൻ രണ്ട് തട്ട് കൊടുത്ത്. ഇതാണ് ഈ ഒരു വീടിൻ്റെ വാഷ് ബേസിന്. ഇനി നമുക്ക് ഈ വാഷ് ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡോറുണ്ട്. ഈ ഒരു ബെഡ്റൂമുക്കുള്ള ഡോർ. ഈ ഡോറാണ്ട് തുറക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കാണാം? ഒരു അലമാര കാണാം. രണ്ട് ഡോറ് വിത്ത് മേശ എന്ന് പറഞ്ഞാൽ രണ്ട് ഡ്രോവർ കൊടുത്തണേ. ഡ്രോവറൊന്നും നന്നാക്കിയിട്ടില്ലല്ലോ. ഒരു ഡ്രോവർ, രണ്ട് ഡോർ. ഇതിന് നേരെ ഒരു 8mm ഗ്ലാസ് കൊടുത്ത് കുളിങ്ങി ഇവിടെ സ്വിച്ച് ബോർഡ് ഇവിടെ കേട്ടോ. സാധാരണ സ്വിച്ച് ബോർഡ് ഇവിടെ ഉണ്ടായാൽ കറക്റ്റ് ക്യാമറ പോകും. അപ്പോൾ സാധാരണ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്വിച്ച് ബോർഡിൻ്റെ അടിയിലേക്ക് ഇറക്കി വെക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ രണ്ട് തട്ട്, ഇതിനൊരു നമ്മൾ LED കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു ഡോറ്, അങ്ങനത്തെ ചെറിയൊരു ഡോർ. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഡോറാണ്. ഈ രണ്ട് ഡോറ് തുറന്നാൽ നമുക്ക് ഇതിൻ്റെ തട്ടും കാര്യങ്ങളും കാണാൻ പറ്റും. ഇങ്ങനെ അതിന് തട്ട് സെറ്റ് ചെയ്ത് കേട്ടോ. അതിന് പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ അടിയത്തെ കളി മാത്രം നമ്മൾ ഹാളാക്കി കൊടുത്ത്, എന്തെങ്കിലും വലിയ സാധനം ഉണ്ടെങ്കിലോ അതേ ഇങ്ങനെ ആക്കി കൊടുത്ത്. അപ്പോൾ അതാണ് ഈ ഒരു അലമാറ. ഇതിൻ്റെ കൂടെ തന്നെ ഫൈബർ ഡോർ കേട്ടോ. ഇനി ഒരു ഇതിന് മാച്ച് ആയിക്കാണ്, ഇതൊക്കെ മാച്ച് ആയിക്കാണ്ട് കൊടുത്താണ്. ഇത് നമ്മൾ ഈ ഒരു റൂമും വിട്ട് നമ്മൾ ഡൈനിങ് ഹാൾക്ക് വീണ്ടും പോയി. ഡൈനിങ് ഹാൾക്ക് പോയി ഇതിൻ്റെ ഒരു ഇവിടെ ഒരു ഡിസൈൻ ചെയ്തത്. ഇത് നമ്മളല്ല, വേറെ പണിക്കാരാണ്. ഇതിൻ്റെ ഈ ഭാഗം കിച്ചൺ, ഈ ഭാഗം ബെഡ്റൂം. ഇപ്പം നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറാണ് തുറന്നാൽ നമുക്ക് വളരെ മനോഹരമായ ഒരു വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിൽ ഒരു അലമാര കാണാൻ പറ്റും. ഇതിൻ്റെ മേലെ ഇതാണ് LC ടൈപ്പ് ഒരു തട്ട് കൊടുത്ത്. അതിൻ്റെ നേരെ താഴെ രണ്ട് വൈറ്റ് തട്ട്, പിന്നെ ഒരു 8mm ഗ്ലാസ് വിത്ത് രണ്ട് ഡ്രോവർ കഴിഞ്ഞുകൊണ്ട് തന്നെ 3 ഡോറിൻ്റെ സ്പേസ് ഉള്ള 3 ഡോറിൻ്റെ അലമാരാണ്. ഇതിന് പ്രത്യേകം എടുത്ത് പറയാനുള്ള ഈ അടിയിലുള്ള ഡോർ. ഈ ഡോർ എന്തിനാ അറിയാം? ഈ ഡോർ ഇങ്ങനെ തുറന്നാൽ ഒരു ഹാളാണ്, ചെറിയൊരാൾ. ഇതെന്തിനാ അറിയാം? നമ്മൾ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ് ഇത്. പിന്നെ നമ്മൾ ഈ 3 ഡോറാണ് തുറന്നാൽ ഹാങ്കിങ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ അടിയിലേക്ക് ഒരു 2 തട്ട്, പിന്നെ 2 ഡോറുണ്ട്. ഈ 2 ഡോർ തുറന്നാൽ സെപ്പറേറ്റ് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കണ്ട് ഇതൊക്കെ ഓടി വെക്കുന്ന മാതിരില്ലേ, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് സാധനമാക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു 3 ഡോറിൻ്റെ ഈ 3 ഡോറ് വിത്ത് മാച്ചിൻ്റെ അലമാരയുള്ളത്. ഇതൊരു ഒറ്റനോളത്ത് കാണുകയാണെങ്കിൽ ഇതിങ്ങനെ വരും. ഇതിൻ്റെ സൈഡിൽ ഭയങ്കര സംഭവമായിരുന്നു, നല്ല ലുക്കുള്ളൂ. ഈ ഏരിയയിൽ നിന്ന് കാണുമ്പോഴാണ് ഈ അലമാരൻ്റെ ലുക്ക് കാണിക്കുന്നത്. ഈ റൂമിൽ ഒരു ബാത്റൂം ഡോർ ഉണ്ട് കേട്ടോ, അവിടെ ഫൈബർ ഡോറാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിൽ പോവാം. ഇതാണ് കിച്ചണിൻ്റെ ഡോർ. കിച്ചണിൻ്റെ ഡോറാണ് തുറന്നാൽ കിച്ചണിൽ വൈറ്റ് ടൈൽ ഒട്ടിച്ചിട്ട് ഇതേപോലെ ഗോൾഡ് ഹാൻഡിലും ഗ്രേ ഷീറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലുക്കാണ്. ഞാൻ ഒരുപാട് ചെയ്തിരുന്ന സംഗതി. നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാട്ടോ. ഇത് സ്ലാബ് ഇല്ലാത്തതാണ്. ഈ ഭാഗം ഓൾറെഡി സ്ലാബ് ഉള്ളതാണ്. ഇത് സ്ലാബ് ഇല്ലാത്തപ്പോൾ ചെയ്ത് തീർത്തതാണ്. ഇത് അഡീഷണലി ഇവർക്ക് ഗ്യാസ് അടുപ്പൊക്കെ വെക്കാനുള്ള സംഭവമാണ്. അപ്പോൾ കുറ്റിയൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ സ്ലാബ് ഇടാത്തത് കൊണ്ട് നമുക്ക് എവിടെ ഇതേമാതിരി ഒരു കേക്ക് ഉണ്ടാക്കാം. അതിങ്ങനെ പോലെ ഈ ഒരു ഗ്രേക്ക് ഗോൾഡ് ഒരു രക്ഷയില്ല. പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ കിച്ചണിൽ അടുപ്പുണ്ടാവില്ലേ, അടുപ്പിൻ്റെ അടിയത്തെ കള്ളിയിടത്. ഇത് 3 ഡോർ. അതൊക്കെ തുറന്നാൽ എന്താ അറിയാം, ഉള്ളിലേക്ക് വലിയൊരു ഓട്ടം കയറും. വിറകെന്തേണ്ട, വേറൊന്നും ഇടാൻ. ഇതൊരു 3 ഡോറിലാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ കിച്ചൺ വരുന്നത്. മെയിൻ റാക്ക്. ഇത് സ്ലാബ് ഇട്ടതാണ്. സ്ലാബ് ഇട്ടിൻ്റെ താറ്റൊക്കെ നമ്മൾ ചെയ്യുന്നത്. സ്ലാബ് ഇട്ടിൻ്റെ താറ്റൊക്കെ നമ്മൾ ചെയ്തത്.
ഒരു 2, 4, 6 ഡോറ് വിത്ത് 2 ഡ്രോവർ. ഈ ഡ്രോവറിൽ നിങ്ങൾ തുറന്നുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു രീതി നമ്മൾ ചെയ്തത്. ഇതിൽ സ്പൂണ്, കത്തി, കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു രീതി കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിലുണ്ട്, ഇതിൻ്റെ അടിയിൽ കൊടുത്താൽ പ്ലേറ്റും കാര്യങ്ങളും, പ്ലേറ്റ് ഇങ്ങനെ അടുക്കി വെക്കണം കേട്ടോ. ഇവിടെ ടോട്ടലി 2 ഡ്രോവർ. പിന്നെ ഇത് കഴിഞ്ഞ അപ്പം തന്നെ 2 ഡോറിൻ്റെ ഷോക്കേസ്. ഈ ഷോക്കേസ് പറഞ്ഞാൽ ഇതിന് കൂളിംഗ് ഗ്ലാസ് ആണ് ഒട്ടിച്ചത്. കൂളിംഗ് ഗ്ലാസ് ആണ് ഇതാണ്. തുറന്നാൽ എന്തായി പഴയ മാതിരി കാണാം. ഇതാണ് അതിൻ്റെ കോലം, യഥാർത്ഥ കോലം. ഇതിനെ നമ്മൾ കവർ ചെയ്ത് നോക്കും. ഏതാ സൗണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കിച്ചണിൽ ഒരു സ്റ്റോർ റൂം ഉണ്ട്. സ്റ്റോർ റൂമിൽ നമ്മളൊരു ഫൈബർ ഡോർ കൊടുത്തിട്ടുണ്ട്.